കോഴിക്കോടിൻ്റെ ഹൃദയഭാഗമായ SM സ്ട്രീറ്റ് അഥവാ മിഠായി തെരുവ്, അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ആഭരണങ്ങൾ അങ്ങനെയെല്ലാം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ വെറും തുച്ഛമായ വിലയിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. വെറും 5ഉം 10ഉം 20ഉം 30ഉം രൂപ കൊടുത്താൽ തന്നെ നമുക്ക് നല്ല അടിപൊളി സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ കോഴിക്കോട് വന്നപ്പോൾ എടുത്തതാണ്. കോഴിക്കോട് വെറുതെ പെട്ടെന്നൊരു യാത്ര വന്നതാണ് കേട്ടോ. ഞങ്ങൾ ട്രെയിന് കയറി, ഷൊർണൂരിൽ നിന്ന് ട്രെയിന് കയറി അങ്ങനെ കോഴിക്കോട്ടേക്ക് വന്നു. അപ്പം ഞാൻ മുന്നേ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഠായി തെരുവിൽ വന്നിട്ടുള്ള വീഡിയോ ഞാൻ ഇടാന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പം ഞങ്ങളിതാ മിഠായി തെരുവിലേക്ക് പോവുകയാണ്. നമ്മൾ കോഴിക്കോട് ജംഗ്ഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള റോഡിന് അങ്ങനെ നടന്നിട്ടാണ് കേട്ടോ. അവിടുന്ന് ഒരു 5 മിനിറ്റ് പോലും നടക്കേണ്ട ആവശ്യമില്ല. അവിടെയാണ് നമ്മുടെ മിഠായി തെരുവ് വരുന്നത് കേട്ടോ. ഞാനും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുള്ളൂ. കുറേ കാലമായിട്ട് മിഠായി തെരുവ് എന്നിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ പ്രതീക്ഷിക്കാതെ വന്നതാണ് കേട്ടോ ഇങ്ങോട്ട്. അപ്പോൾ ഇതാണ് ആ സ്ഥലം. നടുവിലൂടെ റോഡ്, 2 സൈഡിലായിട്ട് മുഴുവനായിട്ടും കച്ചവടക്കാരിങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ നടക്കുമ്പോൾ തന്നെ ഓരോ കടകളുടെ മുന്നിൽ നിന്ന് നമ്മളെ വിളിക്കാനായിട്ട് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ലാഭമാണ്, ഇങ്ങനെയാണ്, അത്രയാണ്, ഇത്രയാണ് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളേനെ ആ കടയിലേക്ക് അവരെങ്ങനെയും കയറ്റും കേട്ടോ. ചെരുപ്പ് 150, വാച്ച് 250 എന്നൊക്കെ കണ്ടോ ബോർഡ് പിടിച്ചിരിക്കണ്. അതുപോലെ തന്നെ കടയുടെ ഫ്രണ്ടിൽ തന്നെ എഴുതി ഒട്ടിച്ചിട്ടും ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ആ റേറ്റ് കണ്ട എന്തായാലും കയറി പോകും. ആ റേറ്റിനൊക്കെ ഇവിടെ സാധനങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ കയറു എന്ന് പറഞ്ഞ് വിളിച്ചതാണ് തോന്നുന്നു കേട്ടോ സൺഡേ മാള് നല്ല അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ 2 പീസൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. മിഠായി തെരുവ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ, എല്ലാം വില കുറവിന് കിട്ടുക എന്നുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കുറേ പേര് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വന്ന ഉടനെ എല്ലാം റേറ്റുകൾ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഓഫർ പറഞ്ഞിട്ട് എഴുതി വയ്ക്കുന്ന ഷോപ്പുകൾക്ക് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാ ഇട്ട ഓഫർ റേറ്റുകളായിരിക്കും. ഓഫർ ഇല്ലാത്തൊരു ഷോപ്പിൽ നമ്മൾ കയറിയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇവിടെ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ഒരു 200-300 രൂപ ലാഭം ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ കുറേയധികം ഐറ്റംസ് എടുക്കാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് നമുക്ക് ഒന്നുമില്ലൊരു 200-300 ഒക്കെ ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ എടുക്കുമ്പോൾ നമുക്കതൊരു നല്ല ലാഭം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫറുള്ള ഐറ്റംസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഓഫറുള്ള ഷോപ്പുകൾ നോക്കി കയറുക. അതല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഷോപ്പുകൾ നോക്കിയിട്ട് കയറുന്നതാണ് കേട്ടോ നല്ലത്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ മുട്ടായി ഈ ഒരു കടയിൽ കണ്ടോ ചെരുപ്പ് 150, ടോപ്പുകൾ 250 അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ചെരുപ്പുകൾ നോക്കുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള അടിപൊളി ചെരുപ്പുകളും ഷൂസുകളും ഒക്കെ 200 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതിന് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാകുമ്പോൾ ഒരു 300 വരെ പോകുന്നുണ്ട് പ്രൈസ്. പക്ഷെ എന്നാലും നമുക്ക് നല്ലതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം ഒരു 350 രൂപ 400 കൊടുക്കണം ഇങ്ങനത്തെ ചെരുപ്പുകൾക്ക് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള 1-2 ചെരുപ്പുകളൊക്കെ ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഇവിടെ നാട്ടിലേക്കാളും കുറച്ചും കൂടിയൊക്കെ റേറ്റ് കുറവായിട്ട് ഇവിടെ തോന്നി കേട്ടോ.
അപ്പോൾ കണ്ടോ നല്ല നല്ല മോഡൽ നല്ല നല്ല ചെരുപ്പുകൾ എന്തായാലും നമുക്ക് നമ്മൾ വാങ്ങുന്ന സ്ഥലങ്ങളിലേക്കാളൊക്കെ റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ഇവിടുന്ന് കിട്ടണത്. ഇവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ കയറി ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ ഇതിന് പുറമേ ആയിട്ട് കൂട്ടിയിട്ട് വിൽക്കുന്ന ഒരു സംഭവമുണ്ട്. അവിടെയാണ് കേട്ടോ കൂടുതലായിട്ടും ചീപ്പ് റേറ്റിന് നമുക്ക് സാധനങ്ങൾ കിട്ടണത്. തുണിയാണെങ്കിലും ചെരുപ്പാണെങ്കിലും എന്താണെങ്കിലും അതിങ്ങനെ അവർ ഓഫർ കൊടുത്തിട്ട് ഇത്ര എണ്ണം എടുത്താൽ ഇത്ര രൂപ അങ്ങനെയൊക്കെ ഓഫർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ തൂക്കി വിൽക്കുന്നത് അങ്ങനെയുള്ളതൊക്കെ പുറത്താണ് കേട്ടോ. അത് ശരി ഞായർ ദിവസങ്ങളിലൊക്കെ കുറച്ച് കൂടുതലായിട്ടുണ്ടാവും ഇത്ര കേട്ടോ. സൺഡേ ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ ഇവിടെ അങ്ങനെ ആൾക്കാർ വന്നിട്ട് പുറത്തൊക്കെ കൂട്ടി വെച്ചിട്ട് കൂടുതലായിട്ടും വിൽക്കുകയും കച്ചവടം നടക്കുകയും തിരക്കും ഒക്കെ ഉണ്ടായിരിക്കും സൺഡേയിലായിരിക്കും ഇത്ര കേട്ടോ. ജീൻസിനൊക്കെ നല്ലൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടോ. ഇവനൊരു ജീൻസിന്റെ പാൻറ് എടുത്ത സമയത്ത് 500 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളൂ. നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടേക്കുള്ള ഷോപ്പുകളിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1000-1000 മുകളിൽ എന്തായാലും കൊടുക്കണം. ₹100 200 രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണ നല്ല അടിപൊളി വാച്ചുകളുണ്ട് കേട്ടോ. ക്വാളിറ്റി നമുക്ക് പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചാലേ മനസ്സിലാവൂ, പക്ഷെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ വീണ്ടും വില കുറച്ച് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു കടയിൽ നൈറ്റിക്ക് നല്ല ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കയറി നോക്കിയതാണ് കേട്ടോ. കുറേ ഫ്രണ്ടിൽ കുറേ നൈറ്റികൾ ഇരിക്കുന്നുണ്ട്. 100 രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നൈറ്റികൾ ഇത്ര എടുത്ത ഇത്ര എണ്ണം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ക്വാളിറ്റി ഉള്ള ഐറ്റംസും ഉണ്ടായിരുന്നു, കുറഞ്ഞതും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ഓഫർ ഇട്ട ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെയാണെങ്കിൽ 3 പീസൊക്കെ നല്ല ഓഫറിൽ ഇങ്ങനെ ഇട്ടിട്ട് ഹാങ് ചെയ്തതിന് മുകളിലായിട്ട് ഓഫർ റേറ്റ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 300 400 അങ്ങനെ പല റേഞ്ചിലുള്ളതുണ്ട് കേട്ടോ. 330 360 490 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയതായിട്ടുള്ള നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമുക്ക് ഒരുപാട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ വരുന്നതിൻ്റെ ലക്ഷ്യം എന്താ, നമുക്ക് ചീപ്പ് റേറ്റിലുള്ള ഐറ്റംസ് കിട്ടാനായിട്ടാണല്ലേ. അതെന്തായാലും നമുക്ക് സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരുപാട് തുണികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയിൽ നല്ല റേറ്റിന് കിട്ടുന്ന 2 തരം തുണികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അടുത്തതായിട്ടൊരു കട കണ്ടോ, ഏതെടുത്താലും 30 രൂപ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കയറി നോക്കിയപ്പോഴതാ ഇത്രയും ഐറ്റംസാണ് അവിടെ ഉള്ളത് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് 30 രൂപയ്ക്കൊക്കെ ലാഭമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ വീടുകളിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെയൊക്കെ കയറിയിട്ട് നമ്മൾ എന്ത് വാങ്ങിച്ചാലും നമുക്ക് നഷ്ടമാവില്ല കേട്ടോ. അത്രയും നല്ല അടിപൊളി ഐറ്റംസാണ് വെറും 30 രൂപയ്ക്ക് കിട്ടുന്നത്. ഇത് മറ്റൊരു കടയാണ് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെയാണ് 5-ൻ്റെ 10-ൻ്റെ 20-ൻ്റെ 30-ൻ്റെ 60-ൻ്റെ അങ്ങനെയൊക്കെയുള്ള വെറും താഴ്ന്ന റേറ്റുകളുള്ള നല്ല അടിപൊളി ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ലാഭമാണ് കേട്ടോ ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് ഉപകാരപ്പെട്ട ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ.
അടുത്തത് ഇതാ ഫാൻസി ഐറ്റംസിൻ്റെ കളക്ഷൻസ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഇവിടുത്തെ പുതിയൊരു ഷോപ്പാണ് ഇത്ര കേട്ടോ ഇത്. അപ്പോൾ ഇവിടെയാണെങ്കിലും ഏതെടുത്താലും ഇതാണ്ടോ ഈ ഐറ്റംസിനൊക്കെ 10 രൂപ അങ്ങനെയാണ് കേട്ടോ ഉള്ളൂ. വെറും തുച്ഛമായ വിലയിലാണ് നമുക്ക് ഓരോന്നും കിട്ടുന്നത്. എല്ലാം നമുക്ക് ഉപയോഗപ്പെട്ട സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി ഇത് മറ്റൊരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ ആദ്യം തന്നെ ചെരുപ്പാണ് കേട്ടോ കാണുന്നത്. 59 രൂപയ്ക്കുള്ള ചെരുപ്പുകളൊക്കെയാണ് കേട്ടോ കാണുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കുമ്പോഴൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. വാങ്ങിച്ച് കഴിഞ്ഞ് ഉപയോഗിച്ചാലാണ് നമുക്കിനി കൂടുതലായിട്ട് ഉറപ്പ് പറയാൻ പറ്റൂ. ഇവിടെ ഇതാ ഫാൻസി ഐറ്റംസൊക്കെ വെറും 5 രൂപയ്ക്ക്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ഷോപ്പുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. വെറും തുച്ഛമായ പൈസയും കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരുപാട് ഐറ്റംസൊക്കെ ആവശ്യമുള്ള ഒരു പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഇവിടേക്ക് വന്നാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് തുച്ഛമായ ക്യാഷിന് നമുക്ക് ഒരുപാട് ഐറ്റംസ് വാങ്ങിച്ചിട്ട് പോകാം കേട്ടോ. കുറച്ചല്ല, അധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തികച്ച ലാഭമാണ് കേട്ടോ ഇത്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം കുഞ്ഞു മക്കൾക്കുള്ള ഡെയിലി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. അവിടങ്ങളിലായിട്ട് കൂടുതലായിട്ട് ഞാൻ അതാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ജെൻസിൻ്റെയൊക്കെ ഷർട്ടുകൾ ഇതുപോലെ കൂട്ടിയിട്ട് വിൽക്കുന്ന അവിടെ നിന്ന് വാങ്ങാൻ വെച്ചാൽ നല്ല ലാഭമാണ് കേട്ടോ. ഇനിയും ഇവിടെ കയറാനായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് സമയം കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ ഷോപ്പുകളൊന്നും കയറാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഓഫറും റേറ്റ് കുറവൊക്കെ ഉള്ള ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പം ഞങ്ങളിത് വന്നത് ഒരു 1 മണിയൊക്കെ ആയിട്ട് ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കലും അങ്ങനെയൊക്കെ കുറേ സമയം പോയി. നമ്മളിവിടെ വരികയാണെങ്കിൽ ആവുന്നത് നേരത്തെ വരാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നമ്മൾ ശരിക്കും നിൽക്കാനല്ല, ഒരു ദിവസത്തിനൊക്കെ വന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ വരാൻ ആയിട്ട് ശ്രമിക്കുന്നതാണ് നല്ലത്. എന്നാൽ നമുക്ക് ഒരുപാട് ഷോപ്പുകൾ കാണാനും ഇവിടുത്തെ എന്തൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സമയമെടുത്ത് പർച്ചേസ് ചെയ്യാനും ഒക്കെ സാധിക്കും കേട്ടോ. വിലകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വാങ്ങാനും എല്ലാം സമയം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വരുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം ഞങ്ങൾ ഒരു വിധമൊക്കെ കണ്ടു. ഞങ്ങൾക്ക് ഇനിയും കാണാൻ സ്ഥലങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ വന്നിട്ട് പർച്ചേസ് ചെയ്തോളാം. ഓണമൊക്കെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസൊക്കെ വാങ്ങാനായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നല്ലൊരു ലാഭമാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ട കാര്യങ്ങളും നിങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.